ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു കൂമ്പ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി കൂമ്പെല്ലാം ഞാൻ ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഉപ്പ് പൊടി ആവശ്യത്തിന്, പിന്നെ കൂടെ തന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൗഡർ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചുവനെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം, വിസിലടുപ്പിച്ച് എടുക്കാം. ഒരു 3 വിസിൽ വന്ന് ഞാൻ അവിടെ അടച്ചിട്ടിരുന്നു. വീണ്ടും ഒന്നും കൂടെ 2 വിസിലും കൂടെ അടുപ്പിച്ച് പിന്നെ എടുത്തിട്ടുണ്ട്. ആ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണ. അതിൽ കുറച്ച് കടുകും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊന്നൊരു വിധം മൂത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് സവാള ഉള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുത്തു. അതും ഒന്ന് വാട്ടി എടുക്കാം. അത് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൂമ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചുവനെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ച് വറ്റിച്ച് എടുക്കാം. വെന്തതാണ് കൂമ്പ്. ഈ ഉള്ളിയും സവാളയും ഇഞ്ചി അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒന്ന് വെന്ത് അതിനോടൊന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ ഇതോടെ എല്ലാം യോജിച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പം ബീഫൊക്കെ വാങ്ങാൻ പോകുമ്പം കൂമ്പ് കിട്ടുമ്പം ഇതേപോലെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.